ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭള്ളലുള്ളിലയാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തറിഞ്ഞ ഭഗവത് സപ്താഹ പീയൂഷവും തള്ളിത്തള്ളി നിറഞ്ഞുയർന്ന മൃതമാം സൽകീർത്തിതന്മൂർത്തിയാം മല്യോ ശങ്കര വിപ്രവർയ സുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത വിചാരവേദിയിലേക്ക് പ്രവേശിക്കാം. ഭാഗവതത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് അല്ലേ? ഭക്തി ഉണ്ടാവണം, നീതി വേണം, സദാചാരം വേണം. ഇപ്പോൾ നമ്മളുടെ മൂഢമായിട്ടുള്ള മനസ്സിൻ്റെ അല്ലെങ്കിൽ അജ്ഞത കൊണ്ട് നമ്മൾ ധരിക്കുന്നതായിട്ടുള്ള ആ ഉത്തരവാദിത്വങ്ങളെയൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തുക. പല രീതിയിലുള്ള കർമ്മങ്ങളിൽ ഇടപെട്ടിട്ടാണ് നമ്മളിതാ ഈ 5:20 ആകുമ്പോഴത്തേക്കും ഇവിടെ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അപ്പം അത്രയും നേരം ഉണ്ടായിട്ടുള്ള ആ മാനസിക ബന്ധങ്ങളെയൊക്കെ ഒന്ന് വിഘടിപ്പിച്ചുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി, മനസ്സിനെ ശാന്തമാക്കി, സമാധാനത്തോടുകൂടി ഭാഗവതത്തിനെ ശ്രവിക്കണം. ഈ മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും
ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മനസ്സ് ഏകാന്തമായിട്ട് ശ്രദ്ധയോടുകൂടി ഭാഗവതത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഭാഗവതത്തിൽ നിന്നും ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് നമുക്ക് ലഭിക്കും. ആ കിട്ടുന്ന അറിവ് നമ്മളുടെ ജീവിതത്തിൽ അത് പകർത്തി അനുഭവവേദ്യമാക്കുക. ഈ അനുഭവവേദ്യമാക്കിയിട്ടുള്ള അറിവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അതൊക്കെ ഓരോ സത്സംഗത്തിൻ്റെയും ലക്ഷ്യവും അതാണ്. സത്സംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ് നമ്മളുടെ കർത്തവ്യം. അത് സത്സംഗത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അനുഭവവേദ്യമാകണം. അതിനായിട്ട് പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഭാഗവതത്തിന്റെ ദിവ്യനാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ്, ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്, ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ്, ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്. ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ, 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 ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. നമ്മൾ ദ്വിതീയ സ്കന്ധമാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? രണ്ടാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള സന്യാസിയുടെ ധർമ്മങ്ങൾ അല്ലേ, ധ്യാനം, ആ ധ്യാനത്തിനനുസരിച്ച് ഉണ്ടാകേണ്ട ജീവിത ക്രമങ്ങളെയാണ് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒരു സന്യാസി എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ആ സന്യാസിയുടെ ജീവിതത്തോടുകൂടി അല്ലെങ്കിൽ ആ സന്യാസിയുടെ ജീവിതത്തിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കായിട്ട് ഉപദേശിക്കുന്ന ഒരു ഗൃഹസ്ഥ ആശ്രമി ആയിട്ട് നമ്മൾ ജീവിക്കണം. ആ ഗൃഹസ്ഥ ആശ്രമി പാലിക്കേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളെയാണ് ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി എടുത്ത് കാണിച്ചു തരികയാണ് അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓരോ യമപുരിയിലുള്ള വൈതരണിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ആ വൈതരണിക്ക് തുല്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സംസാര ദുഃഖം. ഭവാടവി എന്നൊക്കെ പറഞ്ഞ് പഞ്ചമസ്കന്ധത്തിൽ ഗംഭീരമായിട്ട് സംസാരത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ദൈനംദിനം ഈ ഭൂപ്രകൃതിയിൽ നിന്നും ഭൗതികതയിൽ നിന്നും അനുഭവിക്കുന്നതായിട്ടുള്ള ദോഷങ്ങളെ ഒരു കാടുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പഞ്ചമസ്കന്ധത്തിൽ നമുക്ക് പറഞ്ഞു തരും ശ്രീ ശിവബ്രഹ്മർഷി. ആ സമയത്ത് നമുക്കത് അനുസ്മരിക്കാം. അപ്പൊ ഇവിടെ തൻ്റെ സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് ആണ് ഈ വൈതരണിയിൽ ചെന്ന് പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നമ്മളുടെ ആത്മാന്വേഷണത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ഈ ആത്മാന്വേഷണത്തിനുണ്ട് ഈ ഭൂമിയിൽ വന്ന് വീണ്ടും ചിരിക്കുന്നു. ഇങ്ങനെ ഈ സംസാര ചക്രത്തിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്നാണോ നമുക്കത് മാറി ചിന്തിക്കാൻ സാധിക്കുന്നത്? മനുഷ്യജന്മത്തിലേക്ക് എത്തുമ്പോഴാണ് വിവേകം കിട്ടുന്നത്. ഈ മനുഷ്യജന്മത്തിൽ തന്നെയാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിയാൻ ഉള്ള ബുദ്ധി കൂടുതലുണ്ടാകുന്നത് മനുഷ്യജന്മത്തിനാണ്. ആ ജന്മത്തിൽ വന്നിട്ട് മൃഗങ്ങളെ പോലെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ മൃഗങ്ങളെ പോലെ ആകാതെ
ആ വിവേകം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് അവിടെ പറയുന്നത്. പലതും പറഞ്ഞ് അതിന്റെ പുറകെ നമ്മളങ്ങ് പോകും. എന്നിട്ട് സംസാരമാകുന്ന വൈതരണി എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും? ഈ നരകം എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെയാണ് ശരിക്കും, അല്ലേ? നമ്മൾ തന്നെ ഭൗതികമായിട്ടുള്ള ഓരോ വസ്തുക്കളിൽ ആകർഷ്ടരായിക്കൊണ്ട്, ഇപ്പം നിസ്സാരമായിട്ട് നമുക്കറിയാം, ഓരോ കർക്കിടക മാസത്തിലെ ഒരു ആടി മാസം എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ ആടി സെയിൽസ് എന്ന് പറഞ്ഞാണ് പഴയ സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് ഇട്ടുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കാനുണ്ട്. അപ്പൊ ഇതുപോലുള്ള പരസ്യങ്ങളുടെ പുറകെ പോയി നമ്മളതിൽ ആസക്തിയാകുക. അപ്പൊ എന്തായി, നമുക്ക് ആ വസ്തുവിനോട് താല്പര്യം കൂടിക്കൂടി വന്ന് നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ പുറകെ അങ്ങോട്ട് പോവുകയാണ്. ഇതിന്റെ പുറകെ പോകുന്നതിന് വിരോധമില്ല, പക്ഷെ പോകുമ്പോൾ നമ്മൾ പലതും മറന്നു പോകുന്നു. നമ്മൾ എന്തിനാണ് മനുഷ്യജന്മം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ള ആ ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു എന്ന് പറയണം. അപ്പൊ ആത്മതത്വം നമ്മൾ അറിയാതെ പോകുന്നു. ഇതും ഈ തുച്ഛമായിട്ടുള്ള താൽക്കാലിക സുഖത്തിന്റെ പുറകെ നമ്മളുടെ പ്രയത്നം മുഴുവൻ അതിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ജ്യോതിഷം പോലുള്ള മേഖലകൾ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മകൾ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നേരെ ജ്യോതിഷന്റെ അടുത്തേക്കാണ് പോകുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ ആർക്കാ അറിയാവുന്നത്? നമുക്ക് തന്നെയാണ്, അല്ലേ? അപ്പൊ ഈ ജ്യോതിഷന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് തന്നെ വിചിന്തനം ചെയ്യാൻ സാധിക്കണം. അതാണ് ആത്മതത്വത്തെ അറിയുക എന്നുള്ളത്. ആത്മവിമർശനെന്നോ അല്ലെങ്കിൽ വിവേകം എന്നോ ഇതൊക്കെ പറയാം. അപ്പൊ നമ്മളെ തന്നെ വ്യക്തമായിട്ട് ഉള്ള ധാരണ നമ്മളിൽ ഉണ്ടാവണം. അത് വേറെ ആർക്കും അതിന്റെ പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഉള്ളൂ, ജ്യോതിഷനേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചുള്ള ആ രീതിയിലെ ജ്യോതിഷന് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കും നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ. നമ്മളുടെ പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ നമ്മളെ പറ്റൂ, വേറെ ആരെ കൊണ്ട് സാധിക്കില്ല. അതിന് നമ്മൾ തന്നെയാവണം നമ്മളുടെ ജ്യോതിഷി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ആരാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് എന്നാണോ ധാരണയാവുന്നത് അന്നാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. കാരണം മനുഷ്യൻ എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മളെ ആ മനുഷ്യ യോനിയിൽ കൊണ്ടുപോയി ജനിക്കാൻ തന്നെ കാരണം നമ്മളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത്രയും നമ്മൾ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ആ ഏറ്റത്തിനനുസരിച്ചാണ് നമ്മൾ മനുഷ്യ യോനിയിൽ വന്ന് ജനിച്ചത്. അപ്പൊ അവിടെ വന്നിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വന്നിട്ടും നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം മറന്നു പോയിക്കൊണ്ട് നേരെ തിരിച്ച് പുറകോട്ട് പോവുകയല്ല വേണ്ടത് എന്നാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ശരിക്കും പറയും, അവിടെ ഈ ഭൗതികതയിൽ നമ്മൾ മുങ്ങാതെ ആ ആത്മതത്വത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കണം. ഒരു അന്വേഷിയായിട്ട് വേണം മനുഷ്യൻ ജീവിക്കാൻ. ആ അന്വേഷണത്തിലൂടെ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അന്വേഷണം ശരിക്കും ഈശ്വരനെ അന്വേഷിക്കുക തന്നെയാണ്, അല്ലെങ്കിൽ തന്നെ. അതെ, നമ്മൾ പറഞ്ഞു ഈശ്വരൻ എന്നുള്ള താൻ തന്നെയാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം നമ്മൾ. അപ്പൊ തന്നെ താൻ അന്വേഷിക്കുകയാണ്. താൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, എൻ്റെ പ്രകൃതം എന്താണ് ഇങ്ങനെ ആയത്, ഇങ്ങനെയുള്ള ചിന്തകള് അതിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പൂർവ്വജന്മവും ഭാവി ജന്മവും ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു ജ്യോതിഷനെ കൊണ്ട് പറയേണ്ടതല്ല, നമ്മൾ തന്നെ അത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാം. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് മുകളിലുള്ള ഒരു ബോധ സ്വരൂപനാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കേണ്ടത് അത് താൻ തന്നെയാണ് വേണ്ടത് എന്ന് അവിടെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഈ ദീർഘദൃഷ്ടി എപ്പോഴും മനുഷ്യനുണ്ടാവണം എന്ന് പറയും. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാലോ, ഇനി വരാൻ പോകുന്ന ഓരോ ഭവിഷ്യത്തുകളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത്. അപ്പൊ ആ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം എന്ന് പറയാം, അല്ലേ? അലസത, ഒരു എന്താ പറയാ, അലസമായിട്ടുള്ള ഒരു മനസ്സ് ചെകുത്താന്റെ പണിക്കുലിയാണെന്ന് പറയും.
ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു അലസമായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ നിയന്ത്രിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവരുത്. എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി 5 ശ്ലോകങ്ങളെ കൊണ്ട് ശ്രീ ശിവബ്രഹ്മർഷി അനന്തനായിട്ടുള്ള ഭഗവാനെ സ്വചിത്തത്തിൽ ആ രൂപത്തെ എങ്ങനെ ധ്യാനിക്കണം എന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് നോക്കാം. 8ാമത്തെ ശ്ലോകം. കേചിത് സ്വദേഹ അന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരഥാംഗശംഖഗദാധരം ധാരണയാ സ്മരന്തി. അപ്പം ഇതിനു മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നതായിട്ടുള്ള ആ മഹാവിഷ്ണു സ്വരൂപത്തെയാണ് ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞത് കൊടുത്തത് എങ്കിൽ, ഇനി സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം യോഗികളായിട്ടുള്ള യോഗീശ്വരന്മാരായിട്ടുള്ള ജ്ഞാനികൾക്ക് അവർക്ക് അവരുടെ സ്വഹൃദയാവകാശേ, അവരുടെ സ്വചിത്തത്തിൽ ആ ഭഗവാന്റെ രൂപത്തെ എങ്ങനെ ധ്യാനിക്കാം എന്നുള്ള ആ ധാരണയ്ക്ക് വിശേഷമായിട്ടുള്ള ആ അനന്തനായിട്ടുള്ള ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പം ഇവിടെ സന്യാസിക്കാണെങ്കിൽ പോലും ഗൃഹസ്ഥ ആശ്രമിക്കു കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ രൂപകൽപ്പനകളൊക്കെ എങ്ങനെയാണ്? അവർക്ക് ജപമാണ് അവർക്ക് പ്രധാനം, അല്ലേ? അവര് ഒരേ ഒരു ദിക്കിൽ ഇരുന്നുകൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ അവരുടെ ആ ഉള്ളിലെ ഹൃദയത്തിലൂടെ അവർക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അത് ശരിക്കും അവരുടെ ഉള്ളിലെ വിശാലമായിട്ടുള്ള മനസ്സാണ്. ഈ വിശാലമായിട്ടുള്ള മനസ്സിൽ നമുക്ക് ധാരാളം ചിന്തകളെ എത്തിക്കാൻ സാധിക്കും, ഇല്ലേ? നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മളെ ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞ് നമ്മള് സന്യാസിമാര് പല ദിക്കുകളിൽ പരസ്പരം വിഷയങ്ങൾ കൈമാറുന്നു. ഒക്കെ എന്താണ് അതിന്റെയൊക്കെ അർത്ഥം ശരിക്കും? അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ്, അല്ലെ? വിദൂര ശ്രവണങ്ങളൊക്കെ നടക്കുന്നതാണ്. കാരണം നമ്മളുടെ ഉള്ളില് പല വിഷയങ്ങൾ നിറയുന്നത് കൊണ്ടാണ് നമുക്ക് പലതും നമുക്ക് ശ്രദ്ധിക്കാനോ ശ്രവിക്കാനോ സാധിക്കാത്തത്. എന്നാൽ നമ്മളുടെ ഉള്ളിൽ വിഷയങ്ങളൊന്നുമില്ലാതെ ശൂന്യമായിട്ടുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല വിശാലതയുണ്ടാകും. ഈ വിശാലതയിൽ നമുക്ക് ധാരാളം കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും. അത് പ്രത്യേകിച്ചൊരു സിദ്ധികളൊന്നും അല്ല, അത് നമുക്കൊക്കെ സാധിക്കാവുന്നതാണ്. നമുക്കൊക്കെ സാധിക്കാൻ വയ്യാത്തതും എന്തുകൊണ്ടാണ്? നമ്മളുടെ ചെറിയ ബുദ്ധിയിലേക്ക് പല കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, പലതിനും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ഏകാഗ്രതയാണ് സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വേറെ ചിന്തയില്ല, അവർക്ക് ഭൗതികമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് അവരുടെ ശരീരത്തെ പോലും മറന്നുകൊണ്ടാണ് അവരുടെ ചിന്തകൾ, അല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ മനസ്സിൽ യാതൊന്നും അവരുടെ ഉള്ളിൽ നിൽക്കുന്നില്ല. അത്ര വിശാലമായിട്ടുള്ള മനസ്സുകൊണ്ട് അവർക്ക് ഈ ലോകത്തെ തന്നെ ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ജപിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലൂടെ ഈ ലോകത്തെ കാണുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ആ ചിത്തത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ രൂപത്തെ നോക്കാം. കേചിത് സ്വദേഹ അന്തർഹൃദയാവകാശേ. അന്തർഹൃദയാവകാശം എന്ന് പറഞ്ഞാല് ഹൃദയമാകുന്ന ആകാശത്തില്, അതിന്റെ ഉള്ളിൽ. ആ ഹൃദയാവകാശം എന്ന് പറഞ്ഞാല് ഹൃദയമാകുന്ന ആകാശം എന്ന് അർത്ഥം, അല്ലെ? ആകാശം എന്നുള്ള പദത്തിന് തന്നെ ധാരാളം അർത്ഥങ്ങളുണ്ട് അവിടെ. ശരിക്കും ആകാശം എന്ന് പറയാൻ ഒരു ഇടം, സ്ഥലം എന്ന് പറയാം. അവകാശം എന്ന് പറയാറുണ്ട് ആകാശം എന്നുള്ളൊരു വാക്കിന്. അപ്പം ഇങ്ങനെ ഈ ആകാശവും അവകാശവും ഒക്കെ ഏകദേശം സമാനമായിട്ടുള്ള അർത്ഥങ്ങളാണ് ശരിക്കും. അപ്പൊ ഇവിടെ
സ്വദേഹ അന്തർഹൃദയാവകാശേ എന്ന് അവിടെ പറയുമ്പോൾ ഒരു ഈ ഹൃദയത്തില് ആ ഹൃദയത്തിൽ തന്നെ ഒരു വെളുത്ത താമര, ഈ താമരയുടെ മധ്യത്തിലായിട്ട് ഒരു കർണിക. അങ്ങനെയാണ്. അപ്പം ഈ താമരയുടെ രീതിയിലാണ് ഹൃദയാകാശം എന്ന് പറയുന്നത്. ഹൃദയത്തെ ഒരു ഹൃത്പത്മ കർണികാമധ്യം എന്ന് പറയും. ഹൃത്പത്മകർണികാമധ്യം എന്ന് പറയും. അപ്പൊ ഹൃദയമാകുന്ന ആ വെള്ള താമരയുടെ ഉള്ളില് ഒരു കർണിക, അല്ലെ? കർണിക എന്ന് പറയുമ്പോൾ ആ അല്ലിയുടെ സ്ഥാനം, അല്ലെ? വെളുത്ത താമരയുടെ നടുക്ക് ആ മഞ്ഞ നിറത്തിൽ കാണുന്ന അല്ലിയുടെ സ്ഥാനമാണ് ഭഗവാന്റെ ഇരിപ്പിടമായിട്ട് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്ഥലത്താണ് ഈ ഭഗവാന്റെ രൂപത്തെ അവിടെ കാണിക്കാൻ തുടങ്ങുന്നത് എന്ന് പറയുകയാണ്. അപ്പം പ്രാദേശമാത്രം പുരുഷം വസന്തം. പ്രാദേശമാത്രം എന്ന് പറഞ്ഞാൽ ഒരു അളവാണ് പ്രാദേശം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ തള്ളവിരലും ചൂണ്ടാണിവിരലും തമ്മിലുള്ള അകലം എങ്ങനെയാണോ നമുക്കിത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അർത്ഥ, അല്ലെ, വൃത്താകൃതി വരുന്ന രീതിയിൽ നമ്മൾ അതിനൊരു പേര് പറയും, ഒരു ചാൺ നീളം നമ്മൾ പറയാറുണ്ട്, അല്ലെ? ആ ഒരു ചാൺ രീതിയിലുള്ള അളവിനെയാണ് പ്രാദേശം എന്ന് പറയുന്നത്. അങ്കുഷ്ഠസ്യ പ്രദേശിന്യ വ്യാസ പ്രാദേശ ഉച്യത്തെ എന്ന് പറയും. അതായത് ഇതിന്റെ ഈ രണ്ടിന്റെയും കൂടെ വ്യാസം എത്രയാണോ എന്നുള്ള ആ ഒരു നീളമാണ് അങ്കുഷ്ഠത്തിന്റെയും ഈ രണ്ട് വിരലിന്റെയും നീളം. അതാണ് പ്രാദേശമാത്രം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചാൺ നീളത്തിലുള്ള ആ ഭഗവാന്റെ രൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ച് കൊടുക്കുന്നത്. ഇനി ചതുർഭുജം കഞ്ചരഥാംഗശംഖഗദാധരം ധാരണയാ സ്മരന്തി. അപ്പം യോഗികളില് തങ്ങളുടെ ഹൃദയാന്തർഭാഗത്തിലുള്ള ആ വെളുത്ത താമര, ആ വെളുത്ത താമരയുടെ കർണികാമധ്യമാകുന്ന ആ അല്ലിയില് 4 കൈകളോട് കൂടിയിട്ടുള്ള ചതുർഭുജം കഞ്ചരഥാംഗശംഖഗദാധരം ധാരണയാ സ്മരന്തി. കഞ്ചരഥാംഗം, രഥത്തിന്റെ അംഗം എന്താണ്? ചക്രം. അപ്പം ശംഖ, ചക്രം, അതുപോലെ തന്നെ ഗദ, താമര, ഈ 4 കൈകളിലും ധരിച്ചിട്ടുള്ള ചതുർഭുജധാരിയായിട്ടുള്ള ഭഗവാനെ ആണ് അവിടെ സ്മരിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പം ചക്രമുണ്ട്, ശംഖം ഉണ്ട്, ഗദയുണ്ട്, താമരയുണ്ട്. ഈ 4 ആയുധങ്ങളെയും 4 ആയുധങ്ങളും 4 രീതിയിലുള്ള അന്ധക്കരണങ്ങളാണ് എന്ന് പറയും. മനോബുദ്ധി അഹങ്കാര ചിത്തം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതില് താമരയാണ് മനസ്സിന്റെ പ്രതീകമായിട്ട് പറയുക. മനസ്സിലായില്ലേ? അപ്പം ഈ 4 ആയുധങ്ങളോട് കൂടിയിട്ടുള്ള ചതുർഭുജധാരിയായിട്ടുള്ള ഭഗവാനെ പ്രാദേശമാത്രത്തിൽ സ്മരിക്കുക, ധരിക്കുക എന്ന് ആദ്യം അവിടെ സൂചിപ്പിച്ചു. ഇനി അതിന്റെ വർണ്ണനകളാണ്. എങ്ങനെയാണ് ഭഗവാൻ ആ ഹൃത്പത്മ കർണികാ മധ്യത്തിൽ ശോഭിക്കുന്നത് എന്നുള്ളതാണ്. പ്രസന്നവക്ത്രം നളിനായ തേക്ഷണം കദംബ കിഞ്ചകപിശങ്കവാസസം ലസൻ മഹാരത്ന ഹിരൺമയാംഗദം സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലം. പ്രസന്നവക്ത്രം, നല്ല ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്നമായിട്ടുള്ള ശ്രീമുഖത്തോടു കൂടിയും, അതുപോലെ തന്നെ നളിനായ തേക്ഷണം, താമരയുടെ ദളങ്ങൾ പോലെ നീണ്ട തൃക്കണ്ണുകളോടുകൂടിയും കദംബ കിഞ്ചൽക്കപിശങ്കവാസസം,
കദംബപ്പൂവ്, ആ കദംബപ്പൂവിന്റെ അല്ലികള്, ആ കദംബപ്പൂവിലെ അല്ലികൾ, കദംബ കിഞ്ചൽക്ക വിശങ്കവാസം, ഈ കദംബ പൂവിന്റെ ഉള്ളിലുള്ള അല്ലികളുടെ മഞ്ഞ നിറം കലർന്നതായിട്ടുള്ള നിറത്തോടു കൂടിയിട്ടുള്ള വസ്ത്രം, പീതാംബരം, ആ പീതാംബരത്തോടുകൂടി വിളങ്ങുന്ന ഭഗവാൻ. ലസന്മഹാരത്നഹിരൺമയാംഗതം, പിന്നെ അവിടെ വിളങ്ങുന്നതായിട്ടുള്ള വിശിഷ്ട രത്നങ്ങളോടുകൂടി അലങ്കൃതമായിട്ടുള്ള ഭഗവാന്റെ തനി സ്വർണം കൊണ്ട് തന്നെ ശോഭിക്കുന്നതായിട്ടുള്ള ആ തോൾവളകള്, രത്ന സമൂഹത്തോടുകൂടി തന്നെ ശോഭിക്കുന്നതായിട്ടുള്ള പുരന്മഹാരത്ന കിരീടകുണ്ടലം, എല്ലാ രത്നങ്ങളെ കൊണ്ടും, വജ്രം, മുത്ത്, പവിഴം തുടങ്ങിയിട്ടുള്ള ധാരാളം രത്നങ്ങളെ കൊണ്ട്, രത്ന സമൂഹങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കിരീടം. അങ്ങനെ ആ കിരീടത്തോടു കൂടിയിട്ടുള്ള ഉന്നിദ്രഹൃത്പങ്കജകർണികാലേ യോഗേശ്വരാസ്ഥാപിത പാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നഗന്ധരമമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം. ഉന്നിദ്രഹൃ പങ്കജകർണികാലയെ എന്ന് പറഞ്ഞാൽ വികസിച്ച, ഉന്നിദ്രഹൃ പങ്കജകർണികാലയെ വികസിച്ച ഹൃദയകമലത്തിന്റെ കർണികയില്. ഈ എന്താണ് താമര എങ്ങനെയാണ്? താമര നമ്മൾ കൂമ്പി നിൽക്കുന്നതാണ് കൂടുതലുള്ളത്. അതിങ്ങനെ കുറേശ്ശെ വിടർന്നെന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും വിടർന്നു നിൽക്കുന്ന ആ രൂപത്തില്, വെള്ളത്താമര പൂർണ്ണമായിട്ട് വിടർന്നു നിൽക്കുന്നതില് ആ ഉള്ളിലുള്ള കർണികാ മധ്യത്തില് ഒരു ജാൻ നീളത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള അവിടെ ഉന്നിദ്ര ഹൃത് പങ്കജ കർണികാലയെ, അതുപോലെ ഹൃദയകമലത്തിൽ വിടർന്നു നിൽക്കുന്നതായിട്ടുള്ള കർണികയില് യോഗേശ്വരാസ്ഥാപിത പാദപല്ലവം, അവിടെ യോഗേശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അവർക്കൊക്കെ പാദങ്ങളാണ് പ്രധാനം, അല്ലെ? യോഗേശ്വരന്മാരായിട്ടുള്ള യോഗ ആചാര്യന്മാരായിട്ടുള്ളവർ. അപ്പം അവര് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പാദപല്ലവങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ തൃക്കാലുകൾ അല്ലെങ്കിൽ തൃപാദങ്ങൾ. അതുപോലെ ശ്രീലക്ഷ്മണം കൗസ്തുഭരത്ന കന്ധരമമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം. ശ്രീലക്ഷ്മണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീവത്സത്തോട് കൂടിയിട്ടുള്ള ഭൃഗു മഹർഷിയുടെ പാദഛിഹ്നമായിട്ടുള്ള ശ്രീവത്സം. ആ ശ്രീവത്സം മാറിൽ ധരിച്ചിരിക്കുന്നു. അപ്പം ആ ശ്രീവത്സത്തോടു കൂടിയവനായും കൗസ്തുഭരത്നകന്ധരമമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം. കൗസ്തുഭരത്നം സമുദ്രത്തിൽ പാലാഴിയിൽ നിന്നും കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയതായിട്ടുള്ള കൗസ്തുഭരത്നം. ആ കൗസ്തുഭരത്നം തന്നെ ഗളപ്രദേശത്ത് ശോഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് അവിടെ ഉണ്ടായ മാറ്റം? എന്താണ്? കൗസ്തുഭത്തിന്റെ ആ രത്നത്തിന് മാറ്റുകൂടുന്ന രീതിയിലായി എന്ന് പറയാം. ഭഗവാന്റെ ഗളപ്രദേശത്തേക്ക് എത്തിയപ്പോഴേക്കും രത്നത്തിന്റെ പ്രഭ ഒന്ന് കൂടി എന്നർത്ഥം. അങ്ങനെയാണ് ഭക്തന്മാര് വർണ്ണിക്കുന്നത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ അമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം. അമ്ലാനലക്ഷ്മ്യാ, അതിന്റെ ശ്രീകരം നഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്, യാതൊരു രീതിയിലും ശോഭ മങ്ങിയിട്ടില്ലാത്ത ആ വനമാല ധരിച്ചിരിക്കുന്നു ഭഗവാൻ. അതുപോലെ തന്നെ വിഭൂഷിതം, 11ാമത്തെ ശ്ലോകം. വിഭൂഷിതം മേഖലയാങ്കുലീയകൈർമഹാധനൈർനൂപുരകങ്കണാദിഭിः സ്നിഗ്ധാമലാകുഞ്ചിത നീലകുന്തളൈർവിരോചമാനാനനഹാസപേശലം. വിഭൂഷിതം മേഖലയാങ്കുലീയകൈർമഹാധനൈർനൂപുരകങ്കണാദിഭിः. വിഭൂഷിതം എന്ന് പറഞ്ഞാല് ഏറ്റവും ശോഭിക്കുന്നതായിട്ടുള്ള മേഖലയോട് കൂടിയിട്ടും, മേഖല എന്ന് പറഞ്ഞാല് ഒരു അരയില് ധരിക്കുന്നതായിട്ടുള്ള മേഖല. അതുപോലെ തന്നെ അവിടെ മേഖല ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. അങ്കുലീയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ
വിരലുകളിലും ഭഗവാൻ മോതിരങ്ങൾ ധരിച്ചിരിക്കുന്നു. അങ്കുലീയകെ മഹാധനേർനോപുരകങ്കണാദിഭി. പാദത്തിന്റെ ഒരു പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണോ മഹാധനേർനോപുരകങ്കണാദിഭി എന്ന് പറയുന്നത്? ഭഗവാന്റെ പാദങ്ങളില് ചാർത്താനുള്ള നൂപുരങ്ങള് മഹാധനയിൽ നല്ല വിലപിടിപ്പുള്ള ചിലങ്കകളും വളകളും ഭഗവാന്റെ പാദങ്ങളില് ധരിച്ചിരിക്കുന്നു. വിരോചമാനാനനഹാസപേശലം. പിന്നെ പറയാണ് അവിടെ, അങ്ങനെ അലങ്കൃതമായിട്ടുള്ള ഭഗവാന്റെ സ്നിഗ്ധാമലാകുഞ്ചിത നീലകുന്തളേർ വിരോചനാനാനനഹാസപേശലം. പിന്നീട് ചുരുണ്ടതായിട്ട് കിടക്കുന്ന ഭഗവാന്റെ മുടികൾ അല്ലെ, സാധാരണ രീതിയിൽ സ്ത്രീകളുടെ മുടികൾക്കാണ് ഏറ്റവും കൂടുതൽ അഴക് എന്ന് പറയും. പക്ഷേ ഇവിടെ ഭഗവാന്റെ മുടികള് അങ്ങനെ ചുരുണ്ട് ഈ തോളറ്റത്തോടും കൂടി അങ്ങനെ കിടക്കുന്ന ആ മുടികളുടെ ഭംഗി അത് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പാറി കിടക്കും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രണ്ട് ഭാഗത്തേക്കും പാറി കിടക്കുന്നതായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള അളകങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ നീലകുന്തളയിൽ നീലിമയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ കുന്തളങ്ങള്, മുടിയുടെ ഭംഗി, അതുപോലെ തന്നെ വിരോചമാനാനനഹാസപേശലം. പിന്നീട് ആ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മുഖത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന മന്ദഹാസം, ശോഭിക്കുന്ന ആ തിരുമുഖത്തിൽ മന്ദഹാസം കൊണ്ട് മനോഹരനായിക്കൊണ്ടും എന്നാണ് അവിടെ പറയുന്നത്. 12ാമത്തെ ശ്ലോകം നോക്കാം. അദീന ലീലാഹസിതേക്ഷണോല്ലസഭ്രുഭംഗ സംസൂചിത ഭൂര്യനുഗ്രഹം ഈക്ഷേത ചിന്താമയമേനമീശ്വരം യാവൻ മനോധാരണയാവതിഷ്ഠതേ. അദീന ലീലാ ഹസിതേക്ഷണോല്ലസൽ ഭ്രൂഭംഗ സംസൂചിത ഭൂര്യനുഗ്രഹം എന്ന് പറഞ്ഞാലോ, അതായത് അവിടെ കൗതുകമുള്ള ഭഗവാന്റെ ഈ മന്ദഹാസത്തോടു കൂടിയും അതുപോലെ ഏക്ഷണോല്ലസൽ, അതായത് ഭഗവാന്റെ ഈ എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ ക്ഷണം, ഈ കടാക്ഷങ്ങളോട് കൂടിയിട്ടും, അപ്പം മന്ദഹാസവും കടാക്ഷവും അതിൻ്റെ കൂടെ ഭ്രൂഭംഗ സംസൂചിത ഭൂര്യനുഗ്രഹം, ആ പുരികക്കൊടികളെ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ നൽകുന്നവനും ആയിട്ടുള്ള ആ ഭഗവാനെ നിങ്ങൾ ഇവിടെ ഈക്ഷേത ചിന്താമയമേനം ഈശ്വരം, ഈശ്വരനായിക്കൊണ്ട് ഭഗവാനായിക്കൊണ്ട് നിങ്ങൾ ധാരണ ചെയ്യൂ. യാവൻ മനോ ധാരണയാവതിഷ്ഠതേ. അവർക്ക് യാവൻ മനോ, അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് ഈ രൂപത്തെ നിങ്ങളുടെ ഹൃദയപത്മ കർണികാമധ്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്, യാവതിഷ്ഠതേ, യാവൽ മനോ തിഷ്ഠതേ. അപ്പൊ ഏതൊരു മനസ്സിലാണോ ഇതിനെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിലയുറപ്പിക്കുന്നത് വരെ നിങ്ങൾ ധാരണയെ ചെയ്തോളൂ എന്ന് പറയുകയാണ്. ആദ്യം നമുക്ക് ചിലപ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്കിതിനെ ഉറപ്പിക്കാൻ സാധിക്കില്ല. ഈ ഉറപ്പിക്കുന്നത് വരെ നിങ്ങൾ ഇതിനെ ധാരണ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ശ്രീ ശിവബ്രഹ്മർഷി ആ രൂപത്തെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാണ് ധാരണ ചെയ്യുവാൻ. ഇങ്ങനെ യോഗീശ്വരന്മാരായിട്ടുള്ള സന്യാസിമാരൊക്കെ ഈ രീതിയിൽ, അതിൽ ചിലര് ഇതുപോലെ ധ്യാനിക്കുന്നു, ഇങ്ങനെ ഒരു ധ്യാനം. അപ്പം രണ്ട് രീതിയിലുള്ള ധ്യാന പ്രക്രിയയാണ് ഇപ്പൊ പറഞ്ഞു കൊടുത്തത് അല്ലെ. ഒന്നെങ്ങനെയാണ്, ഒന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥൂലമായിട്ടുള്ള ആ രൂപത്തെ, ഭഗവാന്റെ സ്ഥൂല രൂപത്തെ. ഇപ്പൊ അങ്ങനെയല്ല, ഇത് തൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ഹൃദയത്തിൽ തന്നെ ആ ഭഗവാന്റെ രൂപത്തെ അങ്ങോട്ട് ഉറപ്പിച്ച ഒരു ആത്മസ്വരൂപമായിക്കൊണ്ട് ഉള്ളിലുള്ള ആ ചൈതന്യ രൂപത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട്, അപ്പൊ യോഗികളെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് അവർക്ക് ഒതുങ്ങാൻ സാധിക്കും എന്ന് പറയുന്നത് അല്ലെ. പ്രത്യാഹാരം എന്നുള്ളതിന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ്, ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് ഈ ചൈതന്യത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അധോക്ഷജം എന്നൊക്കെ പറയും. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള, ഒന്ന് പുറമേയുള്ള പ്രപഞ്ചങ്ങളിലെ മുഴുവനോട് ഈശ്വരനെ കാണുക, മുഴുവനായിട്ടും ഈശ്വരനെ കാണുക,
അല്ല എങ്കിൽ തൻ്റെ ഉള്ളിൽ തന്നെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന താൻ ആകുന്ന ഈശ്വരൻ, തൻ്റെ ഉള്ളിൽ ആ ഹൃദയത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ഈശ്വരനെ ധ്യാനിക്കുക. ഈ രണ്ട് രീതിയിലുള്ള ധ്യാനം ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. ഞാൻ അടുത്ത ശ്ലോകം നോക്കാം. അപ്പൊ ഈ 5 ശ്ലോകങ്ങളിൽ വർണ്ണിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഭഗവാന്റെ രൂപം, ഇത് മനസ്സിന്റെ ഏകാഗ്രതയെ വേണ്ടുവോളം എത്തിക്കാനുള്ള ഒരു ഉപായമാണ് എന്ന് പറയുന്നത്. അനുഭവവേദ്യമാകും. ഈ ഒരു ഏകാഗ്രതയ്ക്ക് പറ്റിയ ഒരു രീതിയിലാണ് ആ ഭഗവാന്റെ രൂപത്തെ അവിടെ വർണ്ണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു അത്യന്തം തീവ്രമായിട്ടുള്ള ഒരു ധാരണ തന്നെ വേണ്ടി വരും. കാരണം ഇത് ശീലിച്ചെടുക്കുക. ആദ്യം ഇത് ശീലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അല്ലേ? നമ്മളുടെ ഈ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഹൃദയത്തിൽ ഒരു താമരപ്പൂ കാണാനും ആ താമരപ്പൂവിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചതുർബാഹു വിഗ്രഹത്തെ നമുക്ക് സങ്കല്പിച്ചെടുക്കുവാൻ കുറച്ച് കാലങ്ങളെ കൊണ്ട് അത് സാധിക്കുകയുള്ളൂ. അപ്പോ അത് വേണ്ട രീതിയിൽ നിങ്ങൾക്കത് ഉറക്കുന്നില്ല എങ്കിൽ അവിടെ പ്രത്യേകം എടുത്തു പറയാണ് ശ്രീ ശിവബ്രഹ്മർഷി, അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ആ ധ്യാനം, ആ ധാരണ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ഉറക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ചെയ്തതായിട്ടുള്ള വിരാട്ട് രൂപത്തെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വിരാട്ട് രൂപത്തെ, ആ വിരാട് രൂപ ധ്യാനം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇത് ഉറയ്ക്കുന്നത് വരെ ആ വിരാട് രൂപ ധ്യാനം തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പം അവിടെ ഈ വിരാട് രൂപത്തെ ധ്യാനിച്ച് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഏകദേശം അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ധ്യാനത്തെ കൊണ്ടുവരാൻ പറ്റും. ഇത് തീവ്രമായ ഒരു ഒരു അഭ്യാസത്തിലൂടെ നമുക്ക് ഭഗവാനെ നമ്മുടെ ഹൃദയാകാശത്തിൽ തെളിഞ്ഞ് കാണുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിന്റെ ഫലം ശരിക്കും. അപ്പൊ നമുക്ക് ആ ധ്യാനം എങ്ങനെയാണ് അനന്തരം ഈ ധ്യാനത്തിന്റെ ഘട്ടത്തിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം. അടുത്ത ശ്ലോകം നോക്കാം. ഏകൈകശോങ്കാനിധിയാനുഭാവയേൽപാദാദിയാവദ്ധസിതം ഗദാഭൃതാം ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേൽ പരം പരം ശുദ്ധ്യതിഥീര്യഥാ യഥാ. ഇനി അവിടെ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്ന ധാരണയുടെ ഫലമായിട്ട് മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതായിട്ടുള്ള ചതുർബാഹുധാരിയായിട്ടുള്ള ഭഗവാനെ, ആ ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ പ്രത്യംഗങ്ങളായിട്ട് ഓരോരോ അംഗങ്ങളെയും ധ്യാനിച്ചു വരണം. അങ്ങനെ ഓരോ അവയവങ്ങളിലും ധ്യാനം വ്യാപരിച്ച് അത് ബുദ്ധിയിൽ ഉറച്ചു കഴിഞ്ഞാല് അതാതിന് ഉപരിയായിട്ടുള്ള അംഗങ്ങൾ, ഇപ്പം ആദ്യം ആ തൃപ്പാദം നമ്മൾ സ്മരിക്കുക അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആ പാദത്തിന്റെ, ആ ചുവന്ന പാദത്തിന്റെ ഉള്ളകാലില് 4 ചിഹ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. താമര, അതുപോലെ തോട്ടിയുടെ അടയാളമുണ്ട്, വജ്രത്തിന്റെ അടയാളമുണ്ട്, കൊടി അടയാളമുണ്ട് അല്ലെ. വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം, ഈ 4 ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ചുവന്നു തൊടുത്തതായിട്ടുള്ള ഉള്ളംകാലില് ശോഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ പാദം മാത്രം അവിടുന്ന് ധ്യാനിക്കുക. ആ പാദം മാത്രം ധ്യാനിച്ച് നമുക്ക് ഏത് സമയത്തേക്കും നമുക്ക് കണ്ണടയ്ക്കുമ്പോൾ ആ രൂപത്തെ നമുക്ക് എപ്പോൾ ധ്യാനിച്ചാലും നമുക്ക് ആ രൂപം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുമെങ്കിൽ തീർച്ചയായിട്ടും ആ ധ്യാനം പൂർത്തിയായി എന്നുള്ളതാണ്. ഇങ്ങനെ ആ പാദം ധ്യാനിച്ചു കഴിഞ്ഞാൽ നേരെ ജംഘയിലേക്ക് കിടക്കുക. ജംഘ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പാദത്തിനും മുട്ടിനും ഇടയ്ക്കുള്ള ആ കാലാണ്, കണങ്കാല് എന്ന് പറയും. പിന്നീട് ആ ജംഘാ പ്രദേശത്തിൽ ഇങ്ങനെ ഓരോ അംഗങ്ങൾക്കും ഉപരിയായിക്കൊണ്ട് ഓരോ അംഗങ്ങളെയും പ്രത്യേകം ധ്യാനിച്ച് പൂർത്തി വരുത്തിയതിനു ശേഷം അടുത്ത അംഗങ്ങളെ ധ്യാനിക്കുക. അപ്പം ഈ ധാരണയുടെ ഫലമായിട്ട് ലഭിക്കുന്ന ഈ പൂർണ്ണ രൂപം എപ്പോഴാണോ നമ്മളുടെ ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് അപ്പോഴാണ് ആ ധ്യാനം ഏകദേശം പരിപൂർണ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം ഓരോരോ അംഗങ്ങളെയും ധ്യാനിച്ച് നമ്മൾ ആ ബുദ്ധിയിൽ ആ പൂർണ്ണ രൂപത്തെ ധ്യാനിക്കാൻ സാധിച്ചാൽ അവിടെ ആ ധ്യാനം അവിടെ പൂർണ്ണമാകുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും
എത്തി ഓരോ അവയവത്തിലും ധ്യാനം ഉറയ്ക്കുന്ന രീതിയിൽ ആ ബുദ്ധിയുടെ നൈർമല്യവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധിയുടെ ആ ശുദ്ധി അല്ലെങ്കിൽ ഭാവശുദ്ധിയും നമ്മൾക്ക് കൂടി വരും എന്നർത്ഥം. കാരണം ഇത് ആദ്യം നമുക്ക് ഇപ്പൊ പാദം നമ്മൾ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം പല രീതിയിലുള്ള ക്ലേശങ്ങൾ ഇതിൽ വരും. ഈ ക്ലേശങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള രൂപത്തെ നമുക്ക് ഓരോരോ അംഗങ്ങളായിട്ട് നമുക്ക് ധ്യാനിക്കാൻ സാധിച്ചാൽ, ഈ പൂർണ്ണ രൂപത്തെ നമുക്ക് കാണാൻ സാധിച്ചാൽ പൂർണ്ണമായിട്ടുള്ള ഭാവശുദ്ധിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് അവിടെ പറയുകയാണ്. അപ്പൊ ധ്യാനത്തിന് വേണ്ടതായിട്ടുള്ള പ്രക്രിയകളെയാണ് ശ്രീ ശിവബ്രഹ്മർഷിയുടെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. 14-ാമത്തെ ശ്ലോകം നോക്കാം. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗ താവത്സ്ഥവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതഃ സ്മരേത. അവിടെ പറയാണ്, ബ്രഹ്മാദികൾക്ക് പോലും പൂജ്യനും വിശ്വേശ്വരനും ദേവന്മാര് പോലും പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ, അങ്ങനെ സർവസാക്ഷിയുമായിട്ടുള്ള ആ ഭഗവാൻകൾ, അതായത് യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗ, അങ്ങനെ സാക്ഷിയായിട്ടുള്ള ഭഗവാൻകൾ ഭക്തിയോഗം ഉണ്ടാകാത്തിടത്തോളം കാലം, മനസ്സിലായില്ലേ, താവത്സ്ഥവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭക്തിയോഗത്തിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ സ്വരൂപധ്യാനത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശ്രീ ശിവബ്രഹ്മർഷി. ഈ സ്വരൂപധ്യാനത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ, അല്ലേ? നമ്മളെ മനോമാലിന്യങ്ങളെ ഒക്കെ തീർത്ത് എല്ലാം വിട്ട് മനസ്സ് ശുദ്ധിയായിട്ടുള്ള മനസ്സിൽ മാത്രമേ ഈ രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ രൂപത്തെ നമ്മൾ അതിന് പകരമായിട്ടാണ് ഓരോ അംഗങ്ങളായിട്ട് കാണാൻ ശ്രമിക്കുന്നത്. അപ്പോഴും അത് നമുക്ക് ഉറയ്ക്കുന്നില്ല എങ്കിൽ പറയുന്നു, ആ പുരുഷം താവത്സ്ഥവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത, എന്നാണോ നമുക്ക് ഈ രൂപത്തെ ഉറച്ചു കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഈ സ്വരൂപധ്യാനം നമ്മളുടെ മനസ്സിലേക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരുന്നത് വരെ ആ വിരാട് പുരുഷന്റെ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം നമുക്ക് പൂർണ്ണമായിട്ട് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഭക്തി എന്താണെന്ന് നമ്മൾ വിസ്തരിച്ച് പറഞ്ഞതാണ്, അല്ലെ? ഭക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ മനസ്സില് എല്ലാ മാലിന്യങ്ങളും മാറി ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരാളെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. അയാളുടെ മനസ്സിൽ യാതൊരു വികാരങ്ങളും, ഒരു മാലിന്യങ്ങളായിട്ടുള്ള വികാരങ്ങളില്ല. വികാരങ്ങളുണ്ട്, മാലിന്യങ്ങൾ ഒന്നും ഇല്ലാത്ത വിശാല ഹൃദയത്തോടു കൂടിയിട്ടുള്ള ആളെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഭക്തി നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വിരാട് രൂപത്തിന്റെ ധ്യാനം നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം. അത് ശീലിച്ച് എന്നിട്ട് വേണം ഈ സ്വരൂപ ധ്യാനത്തിലേക്ക് എത്താൻ. അപ്പോൾ ഈ സ്വരൂപ ധ്യാനം ഉറയ്ക്കുന്നത് വരെ എന്ത് വേണം? ഈ രൂപത്തെ നമ്മൾ ശീലിച്ചു കൊള്ളണം എന്ന് പറയാം. ഇവിടെ ശരിക്കും പറയുന്നത് വെച്ചാല് ആസന്നവർത്തിയായിട്ടുള്ള മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ് പരീക്ഷിച്ച് ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഏത് രീതിയിലാണ് ധാരണ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഭക്തി യോഗത്തിന്റെ മഹാത്മ്യത്തെ എടുത്തു പറയുകയാണ് ഇവിടെ. അപ്പം ഓരോ ഭാഗങ്ങളെ, ഓരോ അംഗങ്ങളെ പ്രത്യംഗങ്ങളായിട്ട് നമ്മൾ ധ്യാനിക്കുക. ഈ ധ്യാനം നേരെ ആ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഈ ഭക്തി യോഗത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും മനസ്സിലെ മാലിന്യങ്ങളെ എല്ലാം ഇല്ലാണ്ടാക്കണം. ഈ വിരാട് രൂപത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും ഇല്ലാണ്ടാവും. കാരണം എന്താണ്? ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു ദാസഭാവം ഉണ്ടാവും, ഒരു വിനയഭാവം ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അഹംബോധം നശിക്കുന്നു. ഈ അഹംബോധം നശിച്ചാൽ തന്നെ നമ്മളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവിടെ ആ അഹംബോധത്തിന്റെ മാലിന്യമാണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഈ അഹംബോധം അങ്ങ് മാറിയാൽ മതി. ഈ അഹംബോധം മാറുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ധാരാളം നിറയ്ക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു പലതും നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ അറിയുന്ന ആളോട് പിന്നെ പറയാനുണ്ടാവുമല്ലോ? ഇല്ല. മറിച്ചോ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവി പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് നമുക്ക് ധാരാളം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിൽ ഈ
ബോധത്തെ ഇല്ലാതെ വിശാലമായിട്ടുള്ള ഒരു മനസ്സാണ്. അപ്പൊ ആ മനസ്സിൽ ധാരാളം കേൾക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള അതാണ് ശരിക്ക് ആ ശൂന്യമായിട്ടുള്ള ഹൃദയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ആ ഭക്തി യോഗത്തെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ആ എത്തുന്ന കാലത്തോളം, ഈ വിശാല മനസ്സ് എത്തുന്ന കാലത്തോളം എന്ത് ചെയ്യണം? വിരാട് രൂപമായിട്ടുള്ള പുരുഷനെ, ഭഗവാനെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയാണ്. അപ്പം ഇനിയുള്ള ഭാഗങ്ങൾ, ഇനി അങ്ങോട്ട് മുമ്പോട്ട് പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജനന മരണ ചക്രങ്ങളിൽ പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യന് എങ്ങനെ ഇതിൽ നിന്നും മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും, മോചനത്തിലേക്ക് എത്താൻ സാധിക്കും. അതെ, നമ്മൾ പറഞ്ഞു മോക്ഷം എന്ന് പറഞ്ഞാല് മോഹങ്ങളെ ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ മോഹങ്ങളെ ക്ഷയിപ്പിക്കുക, അതാണ് മോക്ഷം. അപ്പൊ ആ ജനന മരണ പരമ്പരയിൽ നിന്നുള്ള ശാശ്വതമായിട്ടുള്ള മോചനമാണ് മുക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം. ഇവിടെ ഇനിയിപ്പോ നമുക്ക് ഈ ഏറ്റവും കൈവല്യം എന്നൊക്കെ പറയാം, അപവർഗം അല്ലേ, ആ മോക്ഷം, ഇതൊക്കെ പല പേര്, അമൃതത്വം, ഇതൊക്കെ അമൃതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും മൃതഭയം ഇല്ലാത്തൊരവസ്ഥ, മരണഭയം ഇല്ലാത്തൊരവസ്ഥ. മരണഭയം ഇല്ലാതാകുന്ന എപ്പോഴാണ്? യഥാർത്ഥമായിട്ട് നമ്മൾ ആരാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു മരണഭയം ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് 2 മാർഗങ്ങളെ ഇനി ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ജീവൻ മുക്തി എന്നും അതുപോലെ തന്നെ സദ്യോ മുക്തി എന്ന 2 രീതിയിലുള്ള മുക്തി സാധനങ്ങളെ കുറിച്ചാണ് ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ വർത്തമാനകാലത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുനർജന്മരഹിതമായിട്ടുള്ള രീതിയിൽ ഈ ദേഹത്തെ ദേഹത്തെ വിലയം പ്രാപിക്കുക, ദേഹത്തെ ഉപേക്ഷിക്കുന്നതിനാണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേഹത്തെ ഉപേക്ഷിക്കുന്ന രീതിക്കാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അതും പുനർരഹിതമായിട്ടുള്ള ജന്മം തന്നെയായിട്ട് മാറും. വീണ്ടും ജനനം, ഈ സംസാര ചക്രത്തിൽ അല്ലെങ്കിൽ ഈ ജന്മമരണ ചക്രത്തിൽ നിന്നും മോചിക്കപ്പെടുകയാണെന്ന് പറയാം. ആ രീതിയിൽ അതിനെ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. അതാണ് ജീവൻ മുക്തി എന്നുള്ളത്. അവിടെ പിന്നീട് സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ചില ലോകങ്ങളിൽ ചെന്ന് സഞ്ചരിച്ചതിന് ശേഷം ആ ഭഗവാനിലേക്ക് ലയിക്കുക. ഇത് ഒരു യോഗാഭ്യാസത്തിലൂടെ ഈ ഓരോ ചക്രങ്ങളിലൂടെ ഈ പ്രാണനെ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് ഈ യോഗയുടെ അല്ലെങ്കിൽ യോഗാഭ്യാസത്തിലൂടെ ഒരു സന്യാസിക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളെയാണ് ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിലും ഗുരുനാഥന്റെ പാദങ്ങളിലും ഇതെല്ലാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം നമുക്ക് സമർപ്പിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ശരിക്കും ഭഗവാന്റെ ആ യോഗീശ്വരന്മാർക്ക് ഹൃദയ പത്മങ്ങളിൽ എങ്ങനെയാണോ ആ ഭഗവാന്റെ ധ്യാനം എന്നുള്ളത് പറഞ്ഞത്, അതേപോലെയുള്ള ആ രീതിയിലുള്ള ഭഗവാനെ നമ്മളും ധ്യാനിക്കാൻ ശ്രമിക്കുക. അത് പൂർണ്ണമായിട്ടുള്ള ധ്യാനത്തിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുതൽ തൃപ്പാദങ്ങള്, ജംഘ, കാൽമുട്ട്, ഭഗവാന്റെ ഊരു പ്രദേശങ്ങള്, കടി പ്രദേശങ്ങള്, അതിന് മുകളിലായിട്ട് ഭഗവാന്റെ നേർത്തതായിട്ടുള്ള ഉദരം, നാഭി, അതിന് മുകളിലോട്ട് വന്ന് വരുമ്പോഴത്തേക്കും മാർവിടത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ശ്രീവത്സം, വീണ്ടും മുകളിലോട്ട് വരുമ്പോഴത്തേക്കും കൗസ്തുഭരത്നം, ആ 2 മകരകുണ്ടലങ്ങള്, കവിൾത്തടം, ആ കവിൾത്തടത്തിന് 2 ഭാഗത്തായിട്ടും നുണക്കുഴികളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ മുല്ലപ്പൂ പോലെയുള്ള ദന്തങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ആ തൂവന്തഹാസം, അതിൽ നിന്ന് മുകളിലോട്ട് തുടങ്ങിയ ഭഗവാന്റെ നാസിക, ആ താമരദളങ്ങളെ പോലെ നീണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കടാക്ഷങ്ങൾ, അതിനു മുകളിലായിട്ട് എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഭ്രുകുടികൾ, ആ പുരികക്കൊടികൾ, അതുപോലെ അതിൻ്റെ നടുക്ക് ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഗോപിക്കുറി,
അതുപോലെ സ്നിഗ്ധമായിട്ടുള്ള ഭഗവാന്റെ നീല കുണ്ടലങ്ങള്, ഇങ്ങനെയുള്ള രീതിയിൽ ഓരോ അംഗങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഓരോ അംഗങ്ങളെയും നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആ അംഗങ്ങളെ കാണാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത പ്രത്യംഗങ്ങളായിട്ട് നമ്മൾ അത് ധ്യാനിച്ച് ആ രൂപത്തെ മുഴുവൻ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കാണാൻ സാധിക്കണം. അത് ശീലിക്കുക. അതിനുവേണ്ടി നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ദിവസവും ഈ ധ്യാനം എന്നുള്ള ഒരു പ്രക്രിയ നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രൂപം പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കാണുമ്പോഴേക്കും നമ്മൾക്ക് ഏകദേശം ആ ഭക്തിയുടെ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. പൂർണ്ണമായിട്ട് മനസ്സിൽ വേറെ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഭഗവാൻ അങ്ങോട്ട് ഹൃദയപത്മത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മാലിന്യങ്ങൾക്ക് സ്ഥാനമില്ല. അതിനു വേണ്ടിയിട്ടാണ് ശ്രീ ശിവബ്രഹ്മർഷിയെ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തത്. നമുക്കും അതുപോലെ ആ ഭഗവാനെ നമ്മളുടെ ഹൃദയപത്മത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭാഗവതത്തിന്റെ ദിവ്യനാമം ജപിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കും. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധേ കൃഷ്ണ.